الرحيم. അസ്സലാമു അലൈക്കും. റസൂലുള്ളാഹിനെ പോലെ ഒരു പ്രവാചകൻ മുമ്പൊരിക്കലും വന്നിട്ടില്ല, ഇനി വരാൻ പോകുന്നില്ല. ഏതൊരു ഔലിയാക്കളെക്കാളും ഉത്തമനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇസ്ലാം കൊണ്ടുവന്നത്. അപ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിലേക്ക് ക്ഷണിക്കുന്നത് അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരമാണ്. അത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഖുർആനിൽ. അപ്പോൾ ആ ഇജാസിയത്തോട് കൂടി റസൂൽ ക്ഷണിക്കുന്നത് ആ ഇസ്ലാമിലേക്കാണ്, അള്ളാഹുവിലേക്ക്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഇസ്ലാം റസൂലുള്ളാഹിക്ക് അറിയാം, എന്താണ് ഖുർആൻ എന്നറിയാം, ആരാണ് അള്ളാഹു എന്നറിയാം, അള്ളാഹുവിനെ കണ്ടതുമാണ്. അപ്പം അത് അനുഭവിച്ചവനെ അതിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം അതിലൊക്കെ സാക്ഷിയാന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവനാണ് അതിലേക്ക് ക്ഷണിക്കേണ്ടത്. എങ്കിൽ പോലും ക്ഷണിക്കാനുള്ള സമ്മതമില്ല, സമ്മതം കൂടി വരണം. കണ്ടവനും അനുഭവിച്ചവനും ക്ഷണിക്കാനേ സമ്മതമില്ല, സമ്മതം വേറെ വേണം. അപ്പം എത്രമാത്രം ഗൗരവമേറിയ വിഷയങ്ങളാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതപ്രകാരം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ആ ക്ഷണം സ്വീകരിച്ചു കൊണ്ട് പോയവരെല്ലാം എത്തിപ്പെടുന്ന ഇസ്ലാമിലേക്കാണ്, ദീനിലേക്കാണ്, അള്ളാഹുവിലേക്കാണ്. എന്നാൽ ആ സമ്മതം കൂടാതെ ഒരുപാട് പേര് രംഗത്തിറങ്ങി. അതിൽ ജനങ്ങൾക്ക് മുമ്പിൽ അവർ പണ്ഡിതന്മാരായേക്കാം, സൂഫികളായേക്കാം, വലിയ വലിയ വാഗ്മികളായേക്കാം. പക്ഷെ അവരൊക്കെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് എന്തിലേക്കാണ്? അത് ഇസ്ലാമിലേക്കാവൂല, ഇസ്ലാം എന്ന് പറയൂല. ഇപ്പോൾ റസൂലുള്ളാഹിനെ പോലെ ലോകത്തിൻ്റെ നായകനായ ഒരു വ്യക്തി ദീനിലേക്ക് ക്ഷണിക്കുന്നത് ഇജാസിയത്ത് പ്രകാരം. എന്നാൽ ഇതിൻ്റെ ഏഴകലത്ത് പോലും എത്താത്ത ഒരാൾ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നത്, ദീനിലേക്ക് ക്ഷണിക്കുന്നത് സമ്മതമില്ലാതെ, അല്ലെങ്കിൽ പൊതുവായ സമ്മതം ഉണ്ട് എന്ന ധാരണയോട് കൂടി, അതിലൊരുപാട് അന്തരങ്ങളുണ്ട്. അതല്ല, ഇത് നന്മയല്ലേ, നന്മയുടെ പേരിൽ നമ്മൾ ക്ഷണിക്കേണ്ടതല്ലേ എന്ന് പറയുമ്പോൾ അത് ശരിയാണ്. പക്ഷെ അത് ദീനിലേക്കും അള്ളാഹുലേക്കും ക്ഷണിക്കലല്ല. ദീൻ നടത്തുന്ന ഒരു ദാത്ത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും, അതിലേക്കാണ് ക്ഷണിക്കേണ്ടത്. അല്ലാതെ നമ്മൾ കൊണ്ടുപോകുന്ന ഒന്നിലേക്കല്ല. ഇതൊക്കെ അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കിയില്ല എങ്കിൽ ഗുണത്തിൽ ഏറെ ദോഷം ഉണ്ടായി തീരുക. ഇപ്പൊ ഈ ഖുർആൻ ആയത്തിൽ നിന്ന് അതിനൊക്കെ തെളിവുകളുണ്ട്. റസൂലുള്ളാഹി പൊതുവായിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ സമ്മതം കൊടുത്തിട്ടുണ്ടോ? അള്ളാഹുലേക്കും ഇസ്ലാമിലേക്കും കൊണ്ടുവരാൻ റസൂലുള്ളാഹി പൊതുവായി സമ്മതം കൊടുത്തിട്ടില്ല. അത് കൊടുത്ത ഓരോ ദാത്ത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും, ഉലുൽ അംറുകളായിട്ടുള്ള അത്തരക്കാരെ അള്ളാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശപ്രകാരം, ഇജാസത്ത് പ്രകാരം ലോകത്തിന്റെ നാനാഭാഗങ്ങൾ വെച്ചിട്ട് അവരിലൂടെയാണ് ദീനിലേക്ക് വരേണ്ടത്. അവരിലൂടെ വന്നാൽ മാത്രം ഉമ്മത്തിലേക്ക് ചേരാൻ പറ്റുള്ളൂ, ഉമ്മത്തായി തീരുള്ളൂ. അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ റസൂലുള്ളാഹിനെ കാണാനോ ബന്ധപ്പെടാനൊക്കെ സാധിക്കും. ഉമ്മത്തായിക്കൊണ്ട് റസൂൽ അവരുടെ സാക്ഷിയായിക്കൊണ്ട് അവർ മരണപ്പെട്ടു പോകും. അതല്ലാത്ത രീതിയിലുള്ള ഇസ്ലാമോ ദീനോ ഒന്നും ഇവിടെ നിലവിലില്ല. അങ്ങനെ അല്ലാത്ത രീതിയിൽ ഇസ്ലാമിലേക്ക് വന്നു ചേരുന്നവരൊക്കെ വന്നു ചേരുന്നത് പുറമെ എഴുതപ്പെട്ട ദീനാണ്, ഉള്ളിൽ ദീനില്ല. അങ്ങനത്തെ ഉള്ളൊരു ദീനിലേക്കാണ്. അവർ ഒന്നുകിൽ എന്താവും, മുജാഹിദായി തീരും, അല്ലെങ്കിൽ ജമാഅത്താവും, അല്ലെങ്കിൽ ഷിയാവും, അല്ലെങ്കിൽ ഖാദിയനാവും, അല്ലെങ്കിൽ സുന്നിയാവും. ഉമ്മത്തിയാവൂല. ഉമ്മത്തിയാവണമെങ്കിൽ നിബന്ധനയൊക്കെ പാലിക്കണം. ഇത് കളിതമാശയല്ല, ആദ്യം മനസ്സിലാക്കണം. ഇത്തരം ഇജാസിയത്തോട് കൂടി ദീനിലേക്ക് ക്ഷണിക്കുന്നവർ, അതിന് ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങളാണ് നേരത്തെ നമ്മൾ പറഞ്ഞ വിഷയങ്ങളൊക്കെ. അതിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് സൂറത്തുൽ കഹ്ഫിൽ വലാ തുതിമൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്ർനാ എന്ന് പറഞ്ഞത്. അപ്പം ദാഹിയൻ ഇലല്ലാഹ് ആണെങ്കിൽ, അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നവന് സമ്മതപ്രകാരമാണ് ക്ഷണിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ടാവും? അധികാരം ഉണ്ടാവും. നിങ്ങളെ കൽബിനെ ഹയാത്താക്കാനുള്ള അധികാരം ഉണ്ടാവും. അങ്ങനെ അധികാരമായി വരുന്നവരെ സാധിക്കും. അപ്പം നിങ്ങളുടെ കൽബിനെ ഹയാത്താവുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്കുള്ള തെളിവ്, അധികാരിയാണോ അല്ലേ എന്നുള്ളത്. അങ്ങനെ ആവുമ്പോഴേ നിങ്ങൾ മൂമിൻ്റെ ദർജയിൽ എത്തുന്നുള്ളൂ. അപ്പം മൂമിൻ്റെ ദർജയിൽ എത്തിക്കാൻ സാധിക്കുന്നവരാണ് അള്ളാഹുലേക്ക് ക്ഷണിക്കേണ്ടത്. അല്ലാത്തവർ ക്ഷണിക്കുന്നത് അതിലേക്കല്ല. ഇത് വ്യക്തമായി മനസ്സിലാക്കണം. ഇതിനാണ് അടയാളം വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പല കാര്യങ്ങളുണ്ട് അടയാളങ്ങളായി തെറ്റിദ്ധരിക്കുന്നത്. കറാമത്തുകൾ, അത്ഭുത കാര്യങ്ങൾ, അസുഖം ഷിഫാക്കൽ, അല്ലെങ്കിൽ ഒരുപാട് അനുയായികൾ ഉണ്ടാവില്ല. അതൊന്നും തെളിവല്ല. തെളിവ് ഇതാണ്, ദിക്റെ കൽബ് ദാക്റെ കൽബി. അത് ഉണ്ടെങ്കിൽ അദ്ദേഹം അധികാരിയാണ്, അള്ളാഹുവിൻ്റെ സമ്മതമുണ്ട്. അതില്ലേ, അധികാരിയല്ല. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇതാണ് ഇതിൻ്റെ ഹഖീഖത്ത്. അതിനു വേണ്ടി അള്ളാഹുവിന് അടയാളം വെച്ചത്. അതിൻ്റെ പേരുള്ള ആയത്തിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമം ചെല്ലുന്ന ഹൃദയങ്ങളുള്ളവരെ അല്ലാത്തവരനുസരിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അഫമൻ ശറഹ അല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാം പഠിക്കുന്നതിന് ശറഹ് ചെയ്യണം എന്ന് പറയുന്നതും ഇതിൻ്റെ പേരിലാണ്. ആ ശറഹ് ചെയ്യാൻ വേണ്ടി വന്ന നായകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല ചെയ്ത് കൊടുത്തതും അതിൻ്റെ പേരിലാണ്. അലന്നശലൊക്കെ സുദറക്ക് എന്നുള്ള ആയത്തിൽ വിശദീകരിച്ച പോലെ. അപ്പോൾ ഈ കാലഘട്ടത്തിലുള്ള ദായികളിൽ, ക്ഷണിക്കുന്നവരിൽ എന്തില്ല? സ്വന്തമായിട്ട് ദീനില്ല, ദിക്റെ കൽബും ഇല്ല, ദാക്കിറെ കൽബിയോ അല്ല, കൽബ് എന്താണെന്നും അറിയൂല. ഇപ്പം ക്ഷണിക്കുന്നത് വേറെ എന്തിലേക്കെയോ ഒക്കെയാണ്. അത്തരം ഒരു ഇസ്ലാം പേരിൽ മാത്രമേ ഉള്ളൂ. ആ ഇസ്ലാം ഇവിടെ ഉണ്ടാവല് ഒരാൾക്ക് ആവശ്യമാണ്, ഇബ്ലീസിന്. കാരണം ആ ഇസ്ലാം ഉണ്ട് എന്നുള്ള ധാരണയിൽ
മറ്റൊരു ഇസ്ലാം, ശരിയായ ഇസ്ലാം അന്വേഷിക്കുന്നത് തടസ്സം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ജനങ്ങളെ, പണ്ഡിതന്മാരെ മൊത്തം ഇരുത്തിയിരിക്കുകയാണ് ശൈത്താന്. അത് മനസ്സിലാക്കാൻ അള്ളാഹുവിൻ്റെ തൗഫീക്ക് വേണം. അപ്പോൾ അള്ളാഹുവിൻ്റെ വിധിയിൽ മുഅ്മിനീങ്ങളെ ആളുകൾക്ക് എന്തായാലും അതിൻ്റെ തൗഫീക്ക് ഉണ്ടാവും. അതിനുള്ള കാര്യങ്ങൾ അള്ളാഹു തആല എങ്ങനെയെങ്കിലും അവരെ കാതിലേക്ക് എത്തി, അത് അവരെ ഹൃദയങ്ങൾ ഉൾക്കൊള്ളും, ഇത് മനസ്സിലാക്കും. ഈ വിഷയം നമുക്ക് അടുത്ത ഒരു വാക്യത്തിൽ നമുക്ക് വ്യക്തമായും ബോധ്യവും. സിറാജൻ മുനീറ എന്നാണ് പറയുന്നത്, പ്രകാശിക്കുന്ന വിളക്ക്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല നൽകിയ ഒരു നാമമാണ്, ഒരു ടൈറ്റിലാണ്. ഈ ടൈറ്റിലിൻ്റെ ഉള്ളിലും ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. റസൂലുള്ള സിറാജുൽ മുനീറാണ്, അങ്ങനെ പറയാൻ കാരണമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദീന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഭൗതികത അല്ല, ആത്മീയതയാണ്, ആത്മാവിനോട് ബന്ധപ്പെട്ടതാണത്. നമ്മൾ പലരെയും ആത്മീയ നേതാക്കൾ എന്ന് പറയും, പക്ഷെ അവരുടെ കയ്യിൽ ആത്മാവും ഇല്ല, ആത്മീയതയില്ല. ആത്മാവ് ഉറങ്ങിക്കിടക്കുകയാണ്. അവർ പഠിപ്പിക്കുന്നത് എന്താണ്? ബാഹ്യമായ കാര്യങ്ങളാണ്, ശരീഅത്താണ്. ശരീഅത്ത് നാഫീസ പഠിപ്പിക്കുന്നത്, ശരീഅത്തിൽ ഹക്ക് പഠിപ്പിക്കുന്നില്ല, ബാത്തിനെ ശരീഅത്ത് പഠിപ്പിക്കുന്നില്ല. ശരീഅത്തിന്റെ വക്താക്കളല്ല അവരെ നമ്മൾ ആത്മീയ നേതാക്കൾ തന്നെ വിളിക്കാം. അവരെ ആത്മാവേ ഇല്ലാത്ത അവസ്ഥയിലാണ്. പക്ഷെ ജനങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയത് ദീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന്റെ ഇൽമാണ്, അല്ലാതെ നമ്മളെ ജിസ്മിന്റെ ഇൽമല്ല. ആത്മീയമായ നേതാക്കൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവണം. കാരണം ആത്മീയമായ നേതാക്കളാണ് എന്ത്? പ്രകാശങ്ങൾ. ആ പ്രകാശം ഉണ്ടെങ്കിൽ ഭൂമി എന്താണ്? പ്രകാശമയമാണ്. ആ പ്രകാശമയത്തിൽ പകൽ വെളിച്ചമ്പോൾ നമുക്ക് നടക്കാൻ സാധിക്കും. നടക്കാൻ എന്ത് വേണം? പ്രകാശം വേണം. ഇരുട്ടിൽ നടക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഇരുട്ടിൽ നടക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ അല്ലാഹു തആല ഇരുട്ടകറ്റാൻ വേണ്ടി ഒരുപാട് വിളക്കുകൾ ഈ ഭൂമിയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ വിളക്കിന്റെ സഹായത്തിൽ, ആ വെളിച്ചത്തിൽ നമുക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ടാണത്. അതിനെക്കുറിച്ചാണ് സിറാജുൽ മുനീറ എന്ന് പറയുന്നത്. ആത്മീയത തീരെ ഇല്ലാത്ത കാലഘട്ടമാവുന്ന സമയത്ത് മൊത്തം ഇരുട്ടായിട്ട് മാറും. ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യന് അള്ളാഹുവിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവന് നടക്കാൻ സാധിക്കൂല, കാരണം മൊത്തം ഇരുട്ടായിരിക്കും. ഇരുട്ടായ നിലയിൽ എങ്ങനെ നടന്നു പോകാൻ സാധിക്കൂല. കാരണം അവന് ഇരുട്ടിൽ നടക്കുന്ന സമയത്ത് ഒരു പക്ഷെ കുണ്ടിൽ ചാടും, കുഴിയിൽ ചാടും, പല അപകടങ്ങളിലേക്കും ചെന്ന് ചേരും, ക്ഷുദ്രജീവികളെ കുത്തും. അവന്റെ യാത്ര ദുഷ്കരം, ഒരിക്കലും ലക്ഷ്യം പ്രാപിക്കൂല. ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത് എന്നൊരു തോന്നിപ്പോവും, പക്ഷെ ലക്ഷ്യത്തിലേക്കാവൂല പോകുന്നത്. കാരണം മുമ്പിലുള്ള അപകടങ്ങൾ കാണുന്നില്ല. എന്നാൽ അവന്റെ കയ്യിൽ ഒരു വെളിച്ചുണ്ടെങ്കിൽ, ഒരു ടോർച്ച് ഉണ്ടെങ്കിൽ, ഒരു പന്തുണ്ടെങ്കിൽ അവന്റെ തൊട്ടു മുമ്പിലുള്ള കാര്യങ്ങൾ അവർ കാണാൻ സാധിക്കും. ഇപ്പൊ ടോർച്ചിന് പകരം കുറച്ചും കൂടി വെളിച്ചം കൂടിയ സംഗീതം ഉണ്ടെങ്കിൽ ഒന്നും കൂടി പ്രകാശമായിരിക്കും. അതല്ല രാത്രിയിൽ അതിന് പകരമായി നിലാവുണ്ടെങ്കിലോ ഒന്നും കൂടി വ്യക്തമായിരിക്കും. അങ്ങനെ നമ്മുടെ മുമ്പിൽ ചുറ്റുഭാഗത്ത് എത്രമാത്രം വിളക്ക് കൂടുതലുണ്ടോ അത്രമാത്രം നമുക്ക് പ്രകാശമായിരിക്കും. ഒരു സമയങ്ങളിലൊക്കെ ഈ കാലഘട്ടത്തിൽ നടന്നു പോകുന്ന വഴിയിൽ മുഴുവൻ സർക്കാർ, ഗവൺമെന്റ് ഒരുപാട് വിളക്കുകൾ കത്തിച്ചു വെച്ചിരിക്കണമെങ്കിൽ പകൽ വെളിച്ചപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും പകല് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് കാണുന്ന പോലെ ഒരിക്കലും രാത്രി കാണാൻ സാധിക്കില്ല. ഏറ്റവും വലിയ ലൈറ്റ് പ്രകാശം എന്താണ്? സൂര്യനാണ്. സൂര്യന്റെ ആ പ്രകാശം കൊണ്ട് ഉണ്ടാവുന്ന വ്യക്തത പോലെ രാത്രിയിൽ ഒരിക്കലും നമുക്ക് വ്യക്തത ഉണ്ടാവില്ല. നമ്മൾ ഈ കാര്യം മനസ്സിലാക്കുക. അപ്പൊ ആത്മീയത എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനോട് ബന്ധപ്പെടുത്തി ചിന്തിക്കണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു തആല എന്തെല്ലാം ബാത്തിനെ വെച്ചിട്ടുണ്ട് അതിനൊക്കെ വാഹിറായിട്ട് ഒരു സംഗതി ഉണ്ടാവും, ലാഹിറായി വെച്ചതിനൊക്കെ ഒരു ആന്തരിക വശം ഉണ്ടാവും. ഈ ബാഹ്യമായ ലോകത്ത് നമ്മുടെ അന്തരീക്ഷം മലിനമായി പോകുന്നുണ്ട്. ഒരുപാട് ഗ്യാസുകൾ, പൊടിപടലങ്ങൾ, മനുഷ്യന്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾ വഴിയായിട്ട് ഒരുപാട് ടോക്സിക്കായ ഗ്യാസ് നമ്മുടെ അന്തരീക്ഷത്തിൽ പടരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് വായു മലിനമാവുന്നുണ്ട്. ശരിക്കും ഒരു മനുഷ്യനെ ശ്വസിക്കാൻ വായുവിൽ ഏകദേശം ഒരു 21% ഓക്സിജൻ ഉണ്ടെങ്കിലാണ് അത് ശുദ്ധമായി തീർന്നുള്ളൂ, ആരോഗ്യത്തിന് നല്ലതായി തീർന്നുള്ളൂ. അപ്പം അതിൻ്റെ അളവ് കുറയുന്നതനുസരിച്ചാണ് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വളരെ ടോക്സിക്കായ കാര്യങ്ങൾ കയറുകയും അവന് അസുഖം ഉണ്ടാവുകയും ചെയ്യും. പല ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റീസ്, നമ്മുടെ ഇന്ത്യയിലെ ന്യൂഡൽഹിയിലൊക്കെ വായു വളരെ മലിനമാണ്. ചെറിയൊരു ശതമാനം മാത്രമേ അതിൽ ഓക്സിജൻ ഉള്ളൂ. അത്തരം സാഹചര്യങ്ങൾ ജീവിക്കുന്ന ആളുകൾ വേഗത്തിൽ രോഗത്തിന് അടിമപ്പെടും. ഇതേപോലെ ആന്തരികമായ ഒരു അന്തരീക്ഷമുണ്ട്, ആന്തരികമായ ലോകത്തെ ഒരു അന്തരീക്ഷം. ആ അന്തരീക്ഷം നിലനിർത്തുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്, അമ്പിയാക്കളാണ്, ആത്മജ്ഞാനികളാണ്. ആ അന്തരീക്ഷം മലിനമാവുന്ന സമയത്ത് ലാഹിറായ ആളുകൾക്ക്, ബാത്തിനായ ഇൽമില്ലാത്തവർക്ക്, കഴിവില്ലാത്തവർക്ക്, അനുഭവമില്ലാത്തവർക്ക്, കണ്ണില്ലാത്തവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കൂല. എന്നാൽ ആന്തരികമായ കണ്ണുള്ളവർക്ക്, മൂക്കുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് വളരെ ദുർഗന്ധം അനുഭവപ്പെടും, വളരെ ശ്വാസമുട്ട് അനുഭവപ്പെടും അന്തരീക്ഷത്തിൽ ജീവിക്കാൻ. സാധാരണ ചെയ്തി പറയാറുണ്ട്, ഈ കാലഘട്ടത്തിൽ ഇമാം മഹദിയുടെ കാലഘട്ടമാണ്. ഇമാം മഹദിയുടെ കാലഘട്ടത്തിൽ ഇമാം മഹദിക്കല്ലാതെ
സാധാരണക്കാരനായ ഒരാളെ ആത്മജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം അത്രയും വലിയൊരു ആത്മീയമായ കഴിവ്, പവർ ആവശ്യമാണ്. കാരണം ഈ ലോകം നാറുകൊണ്ട് നിറക്കപ്പെട്ടിട്ടുണ്ട്. മൊത്തം നാറാണ്. അതിൻ്റെ ആധികം വളരെ കൂടുതലാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് അതൊരുപാട് കൂടുതലാണ്.